ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനുള്ള 5 ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും നീറ്റായിട്ടും ക്ലീനായിട്ടും ഇരിക്കും. ആദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൂം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല നീറ്റായിട്ട് തന്നെ ബെഡ്റൂം ഇരിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് കുറച്ച് ടൈമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചിട്ടാൽ തന്നെ നമ്മുടെ റൂം ഫ്രഷ് ആയിട്ട് നമുക്ക് തോന്നും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആ റൂമിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു എനർജി ആയിട്ട് തോന്നും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മടക്കി വെക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഈ ടോയ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം വാരി വലിച്ചൊക്കെ ഇടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ യഥാസ്ഥാനത്തേക്ക് എടുത്ത് വെക്കുക. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും അല്ലേ? അപ്പോൾ അവർ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം നമ്മളും കൂടെ ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം ടോയ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ടൈമർ സെറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണികൾ പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ എത്ര ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഒരു നിശ്ചിത സ്ഥലം കണ്ടെത്തുക. ഒരു താക്കോൽ കൂട്ടമാണെങ്കിലും ശരി, അത് സൂക്ഷിക്കാനായിട്ട് ഒരു നിശ്ചിത സ്ഥലം നമ്മൾ കണ്ടെത്തുക. മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനും കൂടെ അത് പറയുക. ഒരാൾ മാത്രം ഇത് ഫോളോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എല്ലാവരും കൂടെ ഒരേ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഒരു നിശ്ചിത സ്ഥലം ഉണ്ടായിരിക്കും. കണ്ടുപിടിക്കാനും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ നല്ല അടുക്കും ചിട്ടയുമായിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എന്ത് പണിയും നമ്മൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും അല്ലേ? അപ്പോൾ നമുക്ക് പണി കൂടുകയുള്ളൂ. എന്തായാലും ആ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴുള്ള പണികൾ അപ്പോഴപ്പോഴും തന്നെ ചെയ്ത് തീർക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് ടൈം കിട്ടും. ഇപ്പോൾ എഡിറ്റിങ്ങിനാണെങ്കിൽ, യൂട്യൂബ് ചെയ്യുന്നവരാണെങ്കിൽ എഡിറ്റിങ്ങിനായിട്ടും അല്ലാത്ത ജോലികളൊക്കെ ആണെങ്കിൽ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് സമയമൊക്കെ കിട്ടും അല്ലേ? തുണിയൊക്കെ അലക്കി ഉണക്കി കഴിഞ്ഞാൽ ഉടനെ മടക്കി വെക്കാനൊക്കെ അപ്പോൾ തന്നെ മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടി വരുമ്പോഴത്തേക്ക് നമ്മുടെ പണിയും കൂടും, മടിയും കൂടി വരും. അയൺ ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ അപ്പോൾ തന്നെ ബാസ്ക്കറ്റിലാക്കി മാറ്റി വെക്കുക. അയൺ ചെയ്യാൻ എപ്പോഴാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈം ആ സമയത്ത് തന്നെ അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുക്കിംഗ് ചെയ്താൽ ഉടൻ തന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടിടുക. അങ്ങനെയാണെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്തിടാൻ വേറെ ടൈമൊന്നും നമുക്ക് കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്ക് ചെയ്ത ഉടനെ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ നീറ്റാക്കി ക്ലീൻ ചെയ്തിടുകയും പാത്രങ്ങളൊക്കെ കഴുകുകയും ഒക്കെ ചെയ്യുക. കുക്കിങ്ങിന് വേണ്ടി എടുത്ത് വെച്ച സാധനങ്ങൾ അതാത് സ്ഥാനത്ത് തന്നെ എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ ഈ 5 ടിപ്പ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.